ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെല്ലുന്നത് ദേവി സ്പ്രേ പെയിന്റിംഗ് വർക്ക് ആണ്. എഴുകോൺ പ്ലാച്ചിയിൽ ഭാഗം പുളിയറ എഴുകോൺ. അതായത് നമ്മുടെ വീടിനടുത്തായിട്ടുള്ള ഒരു പെയിന്റ് ഷെഡിലാണ്. അവിടെ ഒരു മാരുതി 800 കിടപ്പുണ്ട് ടെസ്റ്റ് വർക്കിന് വേണ്ടി. അപ്പം ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ അതിന്റെ എല്ലാ ഭാഗങ്ങളും എല്ലാം കറക്റ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പം ഞങ്ങളൊരു ചെറിയ യാത്രയിൽ ഒരു കുഞ്ഞൊരു വീഡിയോ നമുക്കതൊന്ന് കറക്റ്റ് ചെയ്തിടാം. ഇതാണ് വഴി. ഇതിൽ നേരെ ചെന്ന് ഒരു ഇറക്കം ഇറങ്ങുമ്പോഴത്തേന് വലസൈഡിലാണ് ഈ പെയിന്റ് ഷെഡ്. നമുക്ക് ആ പെയിന്റ് ഷെഡും പിന്നെ നമുക്ക് ആ വണ്ടികളും ഒക്കെ ഒന്ന് കണ്ട് കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് വരാം. ഇതാണ് നമ്മുടെ പെയിന്റ് ഷെഡ്. അതിന്റെ ദേവി സ്പ്രേ പെയിന്റിംഗ് വർക്ക്സ് പുളിയറ എഴുകോൺ. നമ്മൾ വന്ന് അതുവഴിയും വരാം. പിന്നെ എഴുകോണെന്നൊരു 200 മീറ്റർ മാറി അകത്തോട്ട് വലത്തോട്ട് വഴി കിടപ്പുണ്ട്. അവിടെ നിന്ന് കയറി വരാം. ഓണറുടെ പേര് ഗിരീഷ് എന്നാണ്. ഇതാണ് നമ്മുടെ പെയിന്റ് ഷെഡ്. ഇതാണ് നമ്മൾ നോക്കാനുള്ള വണ്ടി, ടെസ്റ്റ് വർക്കിനുള്ള കാറ്. ഇതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം കറക്റ്റ് ചെയ്യണം. ഇതാണ് ഉണ്ട് ഗിരീഷ് എന്ന് പറഞ്ഞ അണ്ണൻ തോന്നിക്കുന്നു. നമുക്ക് അണ്ണനെ കണ്ടിട്ട് വരാൻ വരൂ. ഇത് കണ്ടില്ലേ, എല്ലാം ഇതിനെയൊക്കെ പെയിന്റ് ചെയ്യാനിട്ടേക്കുന്ന വണ്ടികൾ ഇതെല്ലാം ഉണ്ട്. അങ്ങനെ മഴയുടെ ഒരു പോരായ്മ കൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ ഇട്ടേക്കുന്നത്. ഗിരീഷ് അണ്ണൻ പെയിന്റർ, ലാച്ചിയിലെ പെയിന്റർ ഗിരീഷ് അണ്ണനാണിത്. എന്നാ എത്ര വർഷമാണ് നമ്മുടെ ഈ പെയിന്റിങ് ഇവിടെ തുടങ്ങിയിട്ട്? 3ാമത്തെ വർഷം. അപ്പൊ നമ്മൾ എഴുകോണെന്ന് എത്ര മീറ്റർ അകത്തുന്ന അകത്തോട്ടാ? 1 കിലോമീറ്റർ ഇല്ല. അപ്പൊ എന്തെങ്കിലും വണ്ടിയുടെ പെയിന്റിംഗ് ടെസ്റ്റ് വർക്ക് സംബന്ധമായിട്ടുള്ള എല്ലാ ജോലികളും ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്ന നമ്മുടെ ദേവി സ്പ്രേ പെയിന്റിംഗ് വർക്ക് പുളിയറ. പിക്കപ്പ് എല്ലാം അടിച്ചിട്ടേക്കുണ്ട്. കണ്ടില്ലേ, നമ്മളെല്ലാം വൃത്തിയായിട്ട് അടിപൊളിയായിട്ട് അടിച്ചിട്ടേക്കുക. ഇതിന്റെ സൈഡൊക്കെ പെയിന്റ് ചെയ്യാനുണ്ട്. മഞ്ഞയൊക്കെ അടിച്ചിട്ടേക്കുന്നതേ ഉള്ളൂ. അപ്പൊ അതിനൊക്കെ തന്നെ ഏത് കൂടിയ വണ്ടി ഉണ്ടെന്നാലും വളരെ ഉത്തരവാദിത്തത്തോടു കൂടി നമ്മുടെ ഈ ഒരു പ്രസ്ഥാനത്ത് ചെയ്തു കൊടുക്കും. ഇതൊക്കെ കണ്ടില്ലേ, ഇന്നോവ. ഇതെല്ലാം ഫുൾ കമ്പനിയിൽ നിന്ന് അങ്ങനെ ഇറങ്ങി വരുന്നത്. അതേ രീതിയിൽ തന്നെ നമ്മൾ അടിപൊളിയായിട്ട് പെയിന്റ് എല്ലാം അടിച്ച് സൂപ്പറാക്കി കൊടുക്കുന്ന ഒരു വർക്ക്ഷോപ്പാണ് ദേവി സ്പ്രേ പെയിന്റിംഗ് വർക്ക്. നമ്മുടെ പുളിയറയിലെ ഗിരീഷന്റെ വർക്ക്ഷോപ്പ്. ബൂത്താണത്. നമ്മൾ തന്നെ പെയിന്റിംഗ് ബൂത്ത് കാണിച്ചു തരാം. നമ്മുടെ പെയിന്റിംഗ് ബൂത്തിന്റെ പണി തീർന്നിട്ടില്ല. ആണല്ലേ, ഇതിനകത്ത് വണ്ടി ഉറപ്പിക്കുന്ന അതെ നമുക്ക് കാണാം. പെയിന്റിംഗ് ബൂത്തിനകത്ത് നമ്മൾ വണ്ടി അകത്ത് കിടപ്പുണ്ട്. അടിച്ച് ഫിനിഷ് ചെയ്തിട്ടേക്കുന്നുണ്ട്. മാരുതി 800. ഇതാണ് നമ്മുടെ ഇതിനകത്ത് ഇനി പണി കിടപ്പുണ്ട്. ഓണത്തോടുകൂടി ഇതിനകത്ത് എല്ലാം സെറ്റാക്കി എല്ലാം വരും. അപ്പൊ നമ്മൾ എക്സിക്യൂട്ടീവ് രീതിയിൽ തന്നെ നമ്മൾ പെയിന്റിങ്ങിന്റെ വർക്കെല്ലാം തുടങ്ങിയിരിക്കുന്നത് കണ്ടല്ലേ. നമ്മൾ പെയിന്റിങ് ചെയ്ത് മനോഹരമാക്കിയിട്ടേക്കുന്ന വണ്ടികളാണ്. കമ്പനിയുടെ അതേ രീതിയിൽ തന്നെ ഉള്ള പെയിന്റിംഗ് വർക്കാണ് ഇതെല്ലാം. അതെല്ലാം എല്ലാം ഫിനിഷ് ചെയ്തിട്ടേക്കുവാണ്. കണ്ടല്ലേ, ഇതിന്റെയൊക്കെ പണികൾ ഇനിയും ഓണത്തോടുകൂടി ചെയ്തു തീർക്കുന്ന അദ്ദേഹം പറഞ്ഞത്. ബാക്കി ഇതിനെ കുറച്ചുകൂടെ ട്യൂബും കാര്യങ്ങളും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ട്യൂബും കാര്യങ്ങളും എല്ലാം വന്ന് തറയെല്ലാം ഇതെല്ലാം ഒക്കെ ആക്കി എല്ലാം സെറ്റ് ചെയ്തിട്ടേക്കുകയാണ്. അപ്പം എന്നിരുന്നാലും എന്തെങ്കിലും ഒരു ആവശ്യം പെയിന്റിങ്ങിന്റെ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ദേവി സ്പ്രേ പെയിന്റിംഗ് വർക്കി വന്നു കഴിഞ്ഞാൽ ഉത്തരവാദിത്തത്തോടുകൂടി നമ്മുടെ സുഹൃത്ത് ഗിരീഷണ്ണൻ അത് ചെയ്തു കൊടുക്കും. ഇൻഡിക്കേറ്റർ അല്ലേ, ഇവിടെ ഇൻഡിക്കേറ്റർ വരുന്നത് ഇവിടെയാണ് വരുന്നത്. ഇവിടെ വരുന്ന റിവേഴ്സാ. ഇതെന്തോ ഇട്ടപ്പോ തിരിഞ്ഞു പോയതാ. അങ്ങനെ തന്നെ ഇപ്പൊ ഇൻഡിക്കേറ്റർ ഇട്ടെ. ഇവിടെ കത്തുന്നില്ല. പാർക്ക് ഇതുണ്ട്, ഇതില്ല. ബ്രേക്ക് കണ്ടില്ലേ? ഓക്കെ, അത് തിളക്കി ഇരിക്കാം. കേട്ടോ, തോന്നി ബൾബൊക്കെ കറുത്തു പോയതാ. ബൾബെല്ലാം അടിച്ചു പോയി. ഈ ഇലക്ട്രിക്കിലെ ഈ മഴ സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ വൈപ്പറും ഈ ബ്രേക്ക് ലൈറ്റും സിഗ്നലുമാണ്. അപ്പം നമ്മൾ വണ്ടി ഈ വെറുതെ കിടക്കുന്ന സമയത്ത് ഇതെല്ലാം വർക്കിംഗ് ആണോ എന്നൊക്കെ ജസ്റ്റ് എല്ലാം നോക്കിയാൽ നന്നായിരിക്കും. പിന്നെ ഏറ്റവും കൂടുതൽ ഇതിനൊക്കെയുള്ള വണ്ടികളെ എലി കയറാനുള്ള സാധ്യതയുണ്ട്. എലി കയറി കഴിഞ്ഞാൽ പിന്നെ വയറുകളെല്ലാം കറണ്ട് കുറച്ച് നമ്മൾ ശ്രദ്ധിക്കത്തില്ല. നമ്മൾ ഇപ്പം എല്ലാ കൂടുതൽ ആൾക്കാർ നമ്മൾ വണ്ടി ഡോർ തുറന്ന് കയറി ഇരിക്കുക, സ്റ്റാർട്ട് ചെയ്യുക, പോകുന്ന ആ ഒരു പ്രവണതയാണ് കൂടുതൽ നമുക്ക് കണ്ടുവരുന്നത്. ഇപ്പം നമുക്ക് പലപ്പോഴും ബോണറ്റൊക്കെ തുറന്ന് നമ്മൾ എന്തെങ്കിലും വയറുകളൊക്കെ ബ്രേക്ക് ഉണ്ടോ, അതിലൊക്കെ എന്തെങ്കിലും എലി ശല്യം വല്ലതും ഉണ്ടോ എന്നൊക്കെ നോക്കിയിരിക്കണം. അത് എപ്പോഴായാലും നല്ലൊരു കാര്യമാണ്. കൂടുതലും എലികൾ കയറാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പം
ഈ പറയുമ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്താ പറയുന്നത്, ഇത് അറിയുന്ന ഒരു കാര്യമാണ്. എല്ലാവർക്കും അറിയത്തില്ലെങ്കിലും കുറച്ച് പേർക്കെങ്കിലും അറിയാം. വണ്ടി ഈ ഇതേ കണക്കിൽ കയറി ഈ കൂടുതലും ഈ ഓട്ടം ഇല്ലാതെ കിടക്കുന്ന ഷെഡിലും ഇല്ലെന്നുണ്ടെങ്കിൽ ഇതേ കണക്ക് പുറത്തൊക്കെ പാർക്ക് ചെയ്തിട്ടിരിക്കുന്ന ആൾക്കാരുടെ വണ്ടികൾക്കൊക്കെ ഈ എലി കിടന്നൊരു ശല്യം വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ബോണറ്റൊക്കെ ഒന്ന് തുറന്ന് നോക്കിക്കണം വയറ് വല്ലതും ബ്രേക്ക് ഉണ്ടോ. ആ ബ്രേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും അടുത്തുള്ള ഏതെങ്കിലും ഇലക്ട്രീഷ്യൻ കടയിലോ അതല്ലെന്നുണ്ടെങ്കിൽ വർക്ക്ഷോപ്പിലോ ചെന്നിട്ട് അതൊന്ന് ക്ലിയർ ചെയ്യാൻ നോക്കുക. നമ്മുടെ സേഫ്റ്റിയാണ് നമുക്ക് പ്രധാനം. ഇപ്പം കുറെ കാറുകളൊക്കെ ഇതിനൊക്കെ വഴിയിൽ ബ്രേക്ക് ഡൗൺ ആവുകയും വയറൊക്കെ കത്തി ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം വയറിന്റെ ഒരു പോരായ്മ കൊണ്ട് ഇതൊന്നും സംഭവിക്കുന്നുണ്ട്. ഇലക്ട്രിക്കൽ ഭാഗങ്ങളാണ് കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ നമ്മൾ ഏത് കാർ സീരി വെച്ചാലും ബാക്കിയുള്ള എക്സ്ട്രാ ലൈറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലൈറ്റ് പിടിപ്പിക്കുമ്പോഴെങ്കിലും സോക്കറ്റ് ഇട്ടത് കൊടുക്കാനുള്ള അതങ്ങനെ ശ്രമിക്കുക. വയറ് കത്തിയത് ജോയിന്റ് ചെയ്ത് അതിനകത്തുനിന്ന് ചൂടടിക്കുമ്പോൾ ഈ ഇൻസുലേഷൻ ടേപ്പുകളൊക്കെ ഇളകിക്കാനുള്ള സാധ്യത കൂടുതൽ. അപ്പം ടേപ്പ് ചെയ്യുന്നതായാലും അതെല്ലാം കറക്റ്റ് ആയിരിക്കണം. നമ്മുടെ സേഫ്റ്റിയാണ് നമുക്ക് പ്രധാനം. നിങ്ങൾ നല്ല മൂല്യം തീർന്നു അങ്ങനെ നമ്മുടെ വണ്ടിയുടെ പണിയെല്ലാം കഴിഞ്ഞു. നമ്മൾ തിരിച്ച് വർക്ക്ഷോപ്പിലോട്ട് വന്നു. അവിടെ നല്ല മഴ ആയതുകൊണ്ട് നമ്മൾ ബാക്കി വണ്ടിയുടെ ഭാഗങ്ങളൊന്നും കാണിച്ചില്ല. ടെസ്റ്റിന് പോകേണ്ട എല്ലാ സംഭവങ്ങളും എല്ലാ കാര്യങ്ങളും എല്ലാം ചെയ്തു. ഇനി നേരെ നമ്മൾ ടെസ്റ്റ് ഗ്രൗണ്ടിലോട്ട് പോയിരുന്നാൽ മതി. പിന്നെ മഴ ആയതുകൊണ്ട് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചിത്രീകരിച്ചില്ല. എല്ലാം പക്കയാക്കി, നമ്മുടെ ഭാഗത്ത് നിന്ന് എല്ലാം പക്കയാക്കി എല്ലാം കൊടുത്തു. അപ്പം പുതിയൊരു വീഡിയോ കാണുന്നത് വരെ